JP ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര പ്രശസ്തനായ കവിയും ജനപ്രിയ നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മ സാറിൻ്റെ സ്മൃതി മണ്ഡപം കാണുവാനാണ് നമ്മൾ ഇന്നത്തെ യാത്ര. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ നാടകഗാനങ്ങളുടെ രചയിതാവുമാണ് വയലാർ എന്നറിയപ്പെടുന്ന വയലാർ രാമവർമ്മ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ വയലാർ ഗ്രാമത്തിൽ 1928 മാർച്ച് 25 അദ്ദേഹം ജനിച്ചു. അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ, അമ്മ വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടി. അദ്ദേഹത്തിന് 3.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു. ഈ സംഭവത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മാവിലൊരു ചിത എന്ന കവിത എഴുതിയത്. ചേർത്തല ഹൈസ്കൂളിൽ ഔപചാരിക വിദ്യാഭ്യാസവും അമ്മയുടെയും അമ്മാവൻ്റെയും മേൽനോട്ടത്തിൽ ഗുരുകുല രീതിയിൽ സംസ്കൃത പഠനവും നടത്തി. ഈ കാണുന്നതാണ് വയലാർ രാമവർമ്മ സാറിൻ്റെ സ്മൃതി മണ്ഡപം. കവി എന്നതിലുപരി സിനിമാ ഗാന രചയിതാവ് എന്ന നിലയിലാണ് വയലാർ കൂടുതൽ പ്രസിദ്ധനായത്. 1000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. 1961 സർഗസംഗീതം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1974 നെല്ല്, അതിഥി എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ചലച്ചിത്ര ഗാന രചനയുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കവും അദ്ദേഹം നേടി. 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ അവതരിപ്പിക്കാൻ വേണ്ടി രചിച്ച ബലികുടീരങ്ങളെ എന്ന ഗാനം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അക്കാലത്ത് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ട് അനേകം ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. 600ഓളം ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിലുണ്ടായി. ആദിയിൽ വചനമുണ്ടായി എന്ന ബാബുരാജ് ഗാനത്തിൽ പാടി അഭിനയിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച കവിതകളും ആയിരക്കണക്കിന് ജനപ്രിയ സിനിമാ നാടകഗാനങ്ങളും അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. 1975 ഒക്ടോബർ 27 അദ്ദേഹം അന്തരിച്ചു.